السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അങ്കബൂത്തിന്റെ 6-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം: ومن جاهد فإنما يجاهد لنفسه إن الله غني عن العالمين. ومن جاهد, ഏതൊരാൾ തൻ്റെ മനസ്സിനോട് ഏറ്റുമുട്ടിയോ, ദുഷ്പ്രേരക മനസ്സിനോട്, തെമ്മാടി മനസ്സിനോട്, തെറ്റുകുറ്റങ്ങൾ പ്രേരിപ്പിക്കുന്ന ദുഷിച്ച മനസ്സിനോട് ഏതൊരാൾ യുദ്ധം ചെയ്തുവോ, ഏറ്റുമുട്ടിയോ, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, ആ സമരം അവന്റെ സ്വന്തം ഗുണത്തിന് തന്നെ. ഞാൻ എൻ്റെ സ്വന്തം മനസ്സിന്റെ വൃത്തികേടുകളോട് ഏറ്റുമുട്ടിയാൽ, ഞാൻ എൻ്റെ മനസ്സിനോട് ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടാൽ, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അതെന്റെ സ്വന്തം ഗുണത്തിന് വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ദുഷിച്ച പ്രേരണകൾക്കെതിരെ സമരം ചെയ്താൽ, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അത് നിങ്ങളുടെ സ്വന്തത്തിന്റെ ഗുണത്തിനാണ്. ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നിങ്ങളത് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിനൊരു കോട്ടോ കുറവോ ഒന്നും വരൂല. അവന്റെ ആധിപത്യത്തിനോ അധികാരത്തിനോ ശക്തിക്കോ അറിവിനോ യാതൊരു ഭംഗമോ ശക്തിക്ഷയമോ വരുന്ന പ്രശ്നമില്ല. ലോകരെന്ത് ചെയ്താലും അള്ളാഹ്ക്കത് വിഷയമല്ല. പക്ഷെ ഒരാൾ ഈ പരിശ്രമത്തിൽ, ഈ അധ്വാനത്തിൽ, ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അത് അവന്റെ തന്നെ സ്വന്തം ഗുണത്തിന് വേണ്ടിയാണ്. മുജാഹദ എന്ന അറബ് വാക്കിന്റെ അർത്ഥം തീവ്രമായ പരിശ്രമം, ത്യാഗസമ്പൂർണമായ അധ്വാനം എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ഈ മുജാഹദ എന്ന് പറഞ്ഞാൽ ശൈത്വാനോടുള്ള യുദ്ധം, ദുഷിച്ച മനസ്സിനോടുള്ള യുദ്ധമൊക്കെ മുജാഹദയുടെ ഭാഗമായിട്ട് വരും. ഈ സ്വന്തത്തോടുള്ള യുദ്ധം ബദർ പോലെ, ഉഹദ് പോലെ, ഖന്തഖ് പോലെ, ഹുനൈന് പോലെ, തബൂക്ക് പോലെ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ യുദ്ധം പോലെ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഒരു സമയത്തോ ചെയ്യാനുള്ള യുദ്ധമല്ല സ്വന്തം മനസ്സിനോടുള്ള യുദ്ധം. 365 ദിവസവും ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി ഉണർന്നിരിക്കുമ്പോഴെല്ലാം ആവശ്യമായി വരുന്ന സമരമുറയാണ് മുജാഹദ. ആയുധമേന്താൻ എല്ലാവർക്കും അവസരം ഉണ്ടാവില്ല, അത് ആവശ്യമുള്ള കാര്യമല്ല. ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ആയുധമെടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക്, പടപ്പറമ്പുകളിലേക്ക് പുറപ്പെടേണ്ടത്. ഇന്ന് ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന കൊടും തെമ്മാടിത്തരം പോലെ അനാവശ്യ യുദ്ധമല്ല. സിറിയയിൽ വെറുതെ കയറി യുദ്ധം ചെയ്തു, ഇറാനെ പോയി വെറുതെ യുദ്ധം ചെയ്തു, അതിനൊക്കെ കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അറ്റ കൈക്ക് വഴിമുട്ടുന്ന സാഹചര്യത്തിൽ മാത്രം ആയുധമെടുക്കാനാണ്. ഇതെല്ലാവർക്കും ചാൻസ് കിട്ടൂല, അങ്ങനെ ചാൻസ് കിട്ടൽ ആവശ്യമല്ല. പക്ഷേ ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ഒരിക്കലും ആയുധമെടുക്കാത്ത ഒരു സത്യവിശ്വാസിയും ജിഹാദ് ചെയ്യണം. ഏത് ജിഹാദ്? താബിഈങ്ങളുടെ അധ്യക്ഷരായ ഹസൻ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇന്നർ റജുല ലയുജാഹിദു, ഒരു സത്യവിശ്വാസി ജിഹാദ് ചെയ്തിരിക്കണം. ഓരോ മുഅ്മിനും ജിഹാദ് ചെയ്തിരിക്കണം, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. എന്നാൽ വമാ ലറബ യൗമൻ മിനദ്ദഹരി ബിസൈഫിൻ, ആ സത്യവിശ്വാസിയുടെ ജീവിതകാലത്തൊരിക്കലും അയാൾ ആയുധം കയ്യിലെടുത്തിട്ടില്ല. ആയുധം കയ്യിലെടുക്കാതെ, രണാങ്കണത്തിലേക്ക് പോകാതെ, ഒരു മനുഷ്യന്റെ നേരെ ഒരു മുട്ടുസൂചി പോലും ഉയർത്താതെ
ഓരോ മുഅ്മിനും ജിഹാദിലായിരിക്കണം. അതേത് ജിഹാദാണ്? സ്വന്തം മനസ്സിനോടുള്ള ജിഹാദ്. ഇതെന്താണ് സംഭവം? ദുസ്വഭാവമെന്ന് പറയുന്ന മഹാരോഗത്തിൻ്റെ ചികിത്സാരൂപമാണ് മുജാഹദ. സ്വന്തത്തോടുള്ള യുദ്ധം എന്താണ്? അതൊരു ട്രീറ്റ്മെൻ്റാണ്, അതൊരു ചികിത്സയാണ്. മാനസിക രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ട്രീറ്റ്മെൻ്റാണ്, ചികിത്സാ രീതിയാണ് മുജാഹദ. ഈ ബോഡിക്ക് രോഗം ബാധിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ രീതി എന്ന്, ഇല്ലേ? ശാരീരിക രോഗങ്ങൾ ബാധിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ രീതി എന്ന് നമുക്കറിയാം. അൽ അംറാലു ലാ തുആലജു ഇല്ലാ ബിളിദ്ദിഹാ. ഇസ്ലാം തന്നെ പറഞ്ഞു തരുന്നു, രോഗങ്ങൾ ചികിത്സിക്കുന്നത് അതിൻ്റെ വിപരീതം കൊണ്ടാണ്, ഓപ്പോസിറ്റ് കൊണ്ടാണ്. രോഗത്തിന് എങ്ങനെ മരുന്ന് കഴിക്കുക? എന്താണ് അസുഖം? അതിൻ്റെ വിപരീതമാണ് ട്രീറ്റ്മെന്റ്, വിപരീതമായ മെഡിസിനാണ് കൊടുക്കുക. ഫഇൻ കാനത് മിൻ ഹറാറത്തിൻ ഫബിൽ ബുറൂദതി. ഉഷ്ണകാരണമായിട്ടുള്ള രോഗമാണെങ്കിൽ തണുപ്പിച്ചുകൊണ്ടാണ് ചികിത്സ. നമുക്കറിയാം ഈ പനിയൊക്കെ വന്നാൽ ഉഷ്ണം കൊണ്ടും അല്ലാതെയും. പനി എന്ന് പറഞ്ഞാൽ അതൊരു ഉഷ്ണാണല്ലോ. അതിൻ്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ഫഅബ്രിദൂഹാ ബിൽ മാഇ. നിങ്ങൾക്ക് പനി ബാധിച്ചാൽ നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് തണുപ്പിച്ചേക്കൂ എന്ന്. ഇന്നിപ്പോൾ പാരസെറ്റമോൾ എഴുതി കൊടുക്കുന്ന ഡോക്ടറും പറയും ഒന്ന് തണുപ്പിച്ചേക്ക്, ഒരു തണുത്ത പരുത്തി അല്ലെങ്കിൽ മുണ്ടെടുത്ത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പനി ബാധിച്ചാൽ മരുന്നൊക്കെ ഉണ്ടാകും, എന്നാലും ഡോക്ടർ പറയും കക്ഷത്തിലും കാൽവെള്ളയിലും നെഞ്ചൊഴിച്ചുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു പരുത്തി ഐസ് വെള്ളത്തിൽ മുക്കിയിട്ട്, ഇല്ലെങ്കിൽ ഫിക്സ് ആകാൻ സാധ്യതയുണ്ട് ഓവറായിട്ട് പനിച്ചാൽ. കണ്ടോ, ആ ചൂടിനെ തണുപ്പ് കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഉഷ്ണം കാരണം ഉദര രോഗങ്ങൾ ഉണ്ടായാൽ തണുപ്പ് മെഡിസിനാണ് അകത്തേക്ക് കൊടുക്കുക. ഫഇൻ കാനത് മിൻ ബുറൂദത്തിൻ ഫബിൽ ഹറാറത്തി. തണുപ്പ് കൊണ്ട് വന്ന രോഗമാണെങ്കിൽ, ജലദോഷം പോലത്തെ കഫക്കെട്ട് പോലത്തെ രോഗം വന്നാൽ ഫബിൽ ഹറാറത്തി, ചൂടുകൊണ്ട്, സ്റ്റീം അല്ലേ? കഫക്കെട്ട് വന്നാൽ, ഇപ്പോൾ കോവിഡൊക്കെ വന്ന കാലത്ത് ഡോക്ടർമാർ എന്താ പറഞ്ഞത്? ആവി പിടിക്കാൻ, നെഞ്ചിനും നെറ്റിയിലും മുഖത്തിനൊക്കെ ചൂടാക്കാൻ അല്ലേ പറഞ്ഞത്? ആന്റിബയോട്ടിക് മരുന്ന് ഇവിടെ ഉണ്ട്, എന്നാലും നിങ്ങൾ എന്താക്കണം? ചൂടാക്കണം എന്നാ പറയുന്നത്. ഓപ്പോസിറ്റ് കൊണ്ട്, ഒരു പാമ്പ് കടിയേറ്റാൽ വെനം അകത്ത് കയറിയാൽ ആന്റി വെനം ആണ് പിന്നെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഏതൊരു അസുഖത്തിനും അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട്, എതിരുകൊണ്ടാണ് ചികിത്സിക്കുക. ഇപ്രകാരം തന്നെ മനോരോഗങ്ങൾക്കുള്ള ചികിത്സയും ഹൃദയ രോഗങ്ങൾക്കുള്ള ചികിത്സയും ആർത്തിയും അഹങ്കാരവും കോപവും കാമവും അടക്കമുള്ള ദുഷിച്ച വികാരങ്ങൾക്കുള്ള മരുന്ന് ഓപ്പോസിറ്റ് കൊണ്ടാണ്. ഫയുആലജു മറലുൽ ജഹിലി ബിത്തഅല്ലും. അജ്ഞത, വിഡ്ഢിത്തം എന്ന് പറയുന്നത് ഒരു സൂക്കേടാ. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ വലിയ സൂക്കേടാ. അതുകൊണ്ടാ പല കുഴിയിലും പോയി വീഴുക. ആ അസുഖത്തിനുള്ള ചികിത്സ ബിത്തഅല്ലുമി, പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. പഠിക്കാൻ തയ്യാറാകണമെങ്കിൽ മിനിമം എന്താ വേണ്ടത്? അറിവില്ല എന്നുള്ള അറിവ് വേണം. അതില്ല ഞാൻ വലിയ പ്രശ്ന. എന്ത് പറഞ്ഞാലും കലം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ ഉണ്ടാവും. പിന്നെ അല്ലാഹ് കാക്കട്ടെ. ബിത്തഅല്ലും, അജ്ഞതയുടെ രോഗത്തിനുള്ള ചികിത്സ അറിവ് സമ്പാദിച്ച് പഠനം നടത്തിക്കൊണ്ടാണ്. വമറലുൽ ബുഖ്ലി ബിത്തസഖി. പിശുക്ക് മൈൻഡ്, പിശുക്ക് പറഞ്ഞ ഒരു അസുഖാണ്. പിശുക്കത്തരം ലുബ്ധ മനോഭാവം ഒരു അസുഖാണ്. അതിനുള്ള ചികിത്സ ബിത്തസഖി, അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കന്നെ. ഉദാരമതികൾ ചെയ്യുന്ന പണി കൊടുക്കന്നെ. വമറലുൽ കിബർ, അഹങ്കാരം, ഗർവ്, ഈഗോ എന്ന മനോരോഗത്തിനുള്ള ചികിത്സ അതിന്റെ ഓപ്പോസിറ്റ് ബിത്തവാള്, താഴ്മ കാണിക്കുക, വിനയാന്വിതനായിട്ട് നിൽക്കുക. ഇങ്ങനെ നിൽക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. മനസ്സിൽ ഇഷ്ടപ്പെടാത്ത പണി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവില്ലേ? തടി വേദനിക്കണിലേറെ നോവും. എൻ്റെ മനസ്സിന്റെ താല്പര്യത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പ്രയാസമല്ലേ? തീർച്ചയായിട്ടും പ്രയാസം ഉണ്ടാവും. അത് ഏത് ചികിത്സക്കാ സഹോദരന്മാരെ പ്രയാസമില്ലാത്തത്?
നമ്മുടെ ബോഡിക്ക്, ദേഹത്തിന് രോഗം ബാധിച്ചാൽ അവിടെ ചികിത്സ നടത്തുമ്പോൾ പ്രയാസം ഉണ്ടാവൂലേ? ഭീമമായ സാമ്പത്തിക ചെലവ് വരും ചികിത്സക്ക്, ഇല്ലേ? എത്ര 10,000 കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു സ്കാനിങ്ങും ഒരു ബ്ലഡ് ടെസ്റ്റും ഡോക്ടറെ ഫീസും പിന്നെ മെഡിസിനും മേടിച്ചാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ഹോസ്പിറ്റലിൽ പോയാൽ വലിയ സാമ്പത്തിക ചെലവ് വരും ശരീരത്തിന്റെ രോഗം ചികിത്സിക്കുമ്പോൾ. മാത്രമല്ല, ചികിത്സക്ക് ബുദ്ധിമുട്ടില്ലേ? ഇല്ലേ? മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, സൈഡ് എഫക്റ്റുകള്, റിയാക്ഷനുകള്, ഏതൊരു മെഡിസിനും റിയാക്ഷൻ ഉണ്ട് എന്നാണ് കാര്യം തിരിയുന്ന ഡോക്ടർമാർ പറയുന്നത്. മരുന്നുകളുടെ ദൂഷ്യഫലങ്ങളുണ്ട്. നീ കീറലും മുറിക്കലും ഓപ്പറേഷൻ ചെയ്യലൊക്കെ ആണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എൻ്റെ ശരീരം കീറി മുറിച്ചിട്ട് 3 കൊല്ലം തികയാൻ പോകും ഒരാഴ്ച കഴിഞ്ഞാൽ. ഇപ്പോഴും അതിൻ്റെ അസ്വസ്ഥത ഉണ്ട്. അത് ഈ പഞ്ചർ ഒട്ടിച്ച ടയർ പോലെ, അതിങ്ങനെ ഏച്ചു കൂട്ടി കെട്ടിയതുപോലെ, ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ, ശരീരരോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിന് അതിൻ്റെതായ പ്രയാസവും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വരും. ഉറപ്പാ. ഒരാശുപത്രി പോകുന്ന രോഗിയേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും കൂട്ടിന് പോണ ആൾക്ക്. ശരീരരോഗങ്ങളുണ്ടായാൽ ആ രോഗങ്ങളുടെ ശമനത്തിന് വേണ്ടി ചികിത്സിക്കുമ്പോൾ അവിടെ ചില്ലറ ബുദ്ധിമുട്ടുകൾ സഹിക്കൽ അനിവാര്യമാണ്. അത് സഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ മനോരോഗത്തിന് അതിൻ്റെ എതിര് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ ചികിത്സിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനും സഹിക്കാനും നാം തയ്യാറാകണം എന്നല്ല. ശരീരരോഗങ്ങൾ ചികിത്സിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനേക്കാൾ, ആ ബുദ്ധിമുട്ട് സഹിക്കുന്നതിനേക്കാൾ മനോരോഗങ്ങളുടെ ചികിത്സയിലുള്ള പ്രയാസം സഹിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മുസൽമാനും. എന്തുകൊണ്ട്? തടിയുടെ സൂക്കേടിന് ചികിത്സിക്കുമ്പോണ്ടാകുന്ന പ്രയാസത്തെക്കാൾ പ്രയാസം ഈ രംഗത്ത് സഹിക്കാൻ തയ്യാറാകണം. എന്തുകൊണ്ട്? ഫഇന്ന മറളൽ ബദനി, ദേഹത്തെ ബാധിക്കുന്ന സൂക്കേടുകൾ, ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, യഖ്ലുസു മിൻഹു ബിൽ മൗത്ത്, ഏത് ക്യാൻസർ ആയാലും, ഏത് കിഡ്നി അടിച്ചു പോയതായാലും, ഏത് ട്യൂമറാണെങ്കിലും, ഏത് വാദമാണെങ്കിലും, എന്തസുഖമാണെങ്കിലും, യഖ്ലുസു മിൻഹു ബിൽ മൗത്ത്, മരണത്തോടുകൂടെ ശിഫയായി. ഒരു ക്യാൻസർ രോഗി വല്ലാതെ കഷ്ടപ്പെട്ടു, മരിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? കിഡ്നി എന്തായി? ഫൈൽഡായി. വൃക്ക രോഗിയായി. ഡയാലിസിസ് ചെയ്യാൻ ആഴ്ചയിൽ 2 തവണ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു പ്രയാസ, എന്തൊരു ചെലവ. ആള് മരിച്ചുപോയാ അത് തീർന്നില്ലേ? പിന്നെ ആ കിഡ്നി കൊണ്ടുള്ള ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാൽ വമറളുൽ ഖൽബി, മനോരോഗങ്ങൾ, അസൂയ പോലത്തെ, ആർത്തി പോലത്തെ, അഹങ്കാരം പോലത്തെ മനോരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, മറളുൻ, അതൊരു തരം സൂക്കേടാണ്. യദൂമു ബഅദൽ മൗതി അബദല്ലാബാദ്, ആള് മരിച്ചാലും കാലാകാലവും നിലനിൽക്കുന്ന രോഗവും ആ രോഗത്തിന്റെ പ്രയാസവുമാണത്. അസൂയ എന്ന് പറഞ്ഞ സൂക്കേടുണ്ടായാൽ ജീവിതകാലത്തിന് അയാൾ തീ തിന്നാ ജീവിക്കുക. എവിടെയെങ്കിലും ഒരു നിഴമത്ത് കാണുമ്പോൾ മനസ്സിൽ കത്തുകയാണ്. അസ്വസ്ഥത കൊണ്ട് അസൂയയുടെ അഗ്നിനാമ്പുകൾ ഹൃദയാന്തരങ്ങളെ ചൂടാക്കും. മരിച്ചാലോ ഖബറിൽ അതൊരു പ്രശ്നമാവും, മഹ്ശറയിലൊരു പ്രശ്നമാവും, നരകത്തിലും അടിപൊട്ടും അല്ലേ? എല്ലാ നന്മകളെയും അത് ചാമ്പലാക്കും, അത് കത്തിച്ച് ചാരമാക്കി കളയും. മറളുൻ യദൂമു ബഅദൽ മൗതി അബദല്ലാബാദ്, കാലാകാലവും നിലനിൽക്കുന്ന അസുഖമാണ് മനോരോഗം. അപ്പൊ അതിന് ചികിത്സിക്കുമ്പോൾ, മറ്റേത് മരണത്തോടെ സുഖമാകുന്ന പ്രശ്നമാണ് ശരീരരോഗങ്ങൾ. അവിടെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രയാസം ഇവിടത്തെ ചികിത്സക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, തയ്യാറാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ കുറച്ച് മനസ്സിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇപ്പം ഞാനൊരു പിശുക്കനാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നുണ്ട് ഇറങ്ങാൻ വലിയ പ്രയാസമായിരിക്കും. അത് ഞാൻ കിൻഡൽ ചാക്ക് എടുത്ത് മാറ്റണ പോലെ 1000 രൂപ എടുത്തിട്ടും കിട്ടൊരു പാവത്തിന് കിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വിഷമല്ലേ, ആ വിഷമത്തിനും ഗുണമാണ്. ഞാൻ നിരന്തരം അത് ശീലാക്കിയാൽ പിന്നെ ഞാൻ ഓക്കെ ആവും. ഈ വിഷമത്തിന് ഗുണമാണ്.
ഇത് ശീലായിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നതാണ് സമ്പൂർണത, ഉയർന്ന തലം. അതാണ് ഞാൻ ഒരാൾക്കൊരു സ്വതക്ക ചെയ്യുമ്പോൾ മനപ്രയാസത്തോടെ നൽകുന്നതിലേറെ മൂല്യം ഇതിനാണ്. ഹാപ്പി ആയിട്ട് അൽഹംദുലില്ലാ അള്ള തന്നതിൽ നിന്ന് എനിക്ക് അള്ള പറഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആവേശവും താല്പര്യവും, അതാണ് സമ്പൂർണത. നിസ്കരിക്കുന്നത് മനോഹരമായിട്ട് നിസ്കരിക്കണം, നോമ്പ് പിടിക്കുന്നത് മനോഹരമായിട്ട് നോമ്പ് പിടിക്കണം. ഖുർആൻ ഓതുമ്പോൾ മനോഹരം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് ഹരമുണ്ടാക്കും വിധത്തിൽ നിസ്കാരം നമ്മുടെ മനസ്സിന് ഹരമായി മാറണം. ഈ കൊടും മഴയത്ത് ഫാനില്ലാതെ സുഖമായിട്ട് AC ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് സുബഹി ബാങ്ക് കേട്ടാൽ എണീറ്റ് വരൽ ഹരമാകണം. ജമാഅത്തിന് എത്തുന്നത് ഹരമായി മാറണം. അതാ മനോഹരമായ നിസ്കാരം. റസൂലുള്ള പറഞ്ഞ അതല്ലേ, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ ത്രില്ല്, എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നത്, കൺകുളിർമയുണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത് ബിരിയാണി കഴിക്കുമ്പോൾ, മഞ്ഞച്ചോറും പോത്തിറച്ചിയും മഴക്കാലത്ത് അടിക്കുമ്പോൾ എന്നല്ല, നിസ്കാരത്തിലാണ് എന്നാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിസ്കാരത്തെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം വലിയ ഭാരാണ്, വലിയ പ്രയാസാണ്. ഖാശിഈങ്ങളല്ലാത്തവർക്കൊക്കെ, ഭക്തരായ മുഅ്മിനീങ്ങളല്ലാത്തവർക്കൊക്കെ നിസ്കാരം വലിയ ഭാരാണ്. ഭക്തർക്കോ അത് ഹരമുണ്ടാക്കുന്ന കാര്യമാണ്, അത് ത്രില്ലാണ്, അത് ഹാപ്പിയാണ്, അത് സന്തോഷാണ്. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷെ അവിടെ എത്താത്ത ആളോ പ്രയാസത്തോടെ എണീറ്റ് പോരണ്ടേ സുബഹിക്ക്, പ്രയാസത്തോടെ എടുത്തിട്ട് ദാനം ചെയ്യണ്ടേ, പ്രയാസത്തോടെ നോമ്പ് പിടിക്കണ്ടേ, ആ പ്രയാസത്തിനും കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഉഅ്ബുദില്ലാഹ ഫിർറിള, നിങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടെ, തൃപ്തിയോടുകൂടെ, ഹാപ്പി ആയിട്ട്, മനോഹരമായിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണേ. ഉഅ്ബുദില്ലാഹ, നിങ്ങളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കണം, അവന് വഴിപ്പെടണം. എങ്ങനെ? ഫിർറിള, സംതൃപ്തിയിൽ, റാഹത്തിൽ, സന്തോഷത്തിൽ ചെയ്യണേ. ഫഇല്ലം തസ്തതി, അങ്ങോട്ട് നീ വളർന്നിട്ടില്ലെങ്കിൽ, ഹാപ്പി ആയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മനോഹരമായിട്ട് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഫഫിസ്സബിരി അലാ മാ തക്റഹു, പ്രയാസം അനുഭവിച്ച് നീ ക്ഷമിക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു പ്രയാസം ഉണ്ടല്ലോ, സ്വന്തത്തോടുള്ള ഏറ്റുമുട്ടലിന്റെ പ്രയാസം, അതിൽ നിനക്കുണ്ട് മോനെ ഖൈറുൻ കസീർ, ധാരാളം നേട്ടമുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിന് വല്ലാത്ത കൂലിയാണ് ഓഫർ ചെയ്യുന്നത്. മനസ്സിനോടുള്ള ഈ ഏറ്റുമുട്ടലിന്റെ പ്രയാസം സഹിക്കുന്നതിന്, ഒരു രോഗം വന്നിട്ട് നമ്മൾ ചികിത്സിക്കാൻ പോകുമ്പോൾ മരുന്ന് കുടിക്കുന്നതിനും, ഓപ്പറേഷന് കിടന്നു കൊടുക്കുന്നതിനും, അത് കെട്ടുന്നതിനും, സൂചി കുത്തുന്നതിനൊക്കെ ഉള്ള പ്രയാസത്തിൽ ക്ഷമിച്ച അവിടെ കൂലിയുണ്ട്. അതിനേക്കാൾ കൂലിയാണ് സ്വന്തം മനസ്സിന്റെ വൃത്തികേടുകളോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം സഹിക്കുന്നത്. ഫഇല്ലം തസ്തതി, മനോഹരമായി നിനക്ക് നന്മ ചെയ്യാനാവില്ലെങ്കിൽ, ഫഫിസ്സബിരി അലാ മാ തക്റഹു, നീ പ്രയാസപ്പെട്ടത് ചെയ്ത് ശീലമാക്കുമ്പോൾ അവിടെയുള്ള നിന്റെ ക്ഷമയുണ്ടല്ലോ, അതിന് ഖൈറുൻ കസീർ, ധാരാളം പുണ്യങ്ങൾ നിനക്ക് ലഭിക്കും സഹോദര എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഈ മുജാഹദ, സ്വന്തത്തോടുള്ള ഈ യുദ്ധം, ഇത് അല്ലാഹു ഖുർആനിൽ ആഹ്വാനം ചെയ്ത കാര്യമാണ്. ഇത് നമുക്കാരാ കാണിച്ചെന്നത്? നമുക്കാരാ ഈ റൂട്ട്, സ്വന്തത്തോടുള്ള യുദ്ധത്തിന്റെ കാര്യം കാണിച്ചെന്നത്? മഹാന്മാരായ സ്വഹാബാക്കൾ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യളിബു ഖദമൈഹി ബിദ്ദിറതി ഇദാ ജന്നഹുൽ ലൈൽ. ഓരോ ദിവസവും തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ, ജോലികളിൽ നിന്നെല്ലാം വിരമിച്ചാൽ, ഫാറൂഖ് തങ്ങൾ ഫ്രീയായി വീട്ടിലേക്ക് കയറി വന്ന് തൻ്റെ ബെഡ്റൂമിലെത്തിക്കഴിഞ്ഞാൽ, ഭാര്യ വരും മുമ്പ് ദിനചര്യയായി ചെയ്തിരുന്ന ഒരു കാര്യം, ഇദാ ജന്നഹുൽ ലൈൽ, ഓരോ രാത്രിയും അവിടുന്ന് ചെയ്തിരുന്ന പണി, യളിബു ബിദ്ദിറതി ഖദമൈഹി, കാലും കെട്ട് പൊക്കും, എന്നിട്ട് കയ്യിൽ ആ ചാട്ടവാർ എടുത്തിട്ട് ഒരൊറ്റ അടിയാ കാൽവെള്ളക്ക്. പോലീസുകാർ അടിക്കല അവിടെയെന്നാ, കാൽവെള്ളയിൽ അടിച്ചാൽ അത് ബ്രെയിനിൽ അറിയുന്ന അതിൻ്റെ വേദന.
സ്വന്തം ചാട്ടവാറെടുത്ത് ഖദമൈഹി കാൽവെള്ളയിൽ പ്രഹരിക്കും. വയഖൂലു ലിനഫ്സിഹി സ്വന്തത്തോട് പറയും, ഉമറേ മാദാ അമിൽതൽ യൗം, നീ ഇന്നെന്തൊക്കെ ചെയ്തു ഉമറേ, കണക്ക് പറ. സ്വന്തത്തോട് എന്താ ഉമറേ ഇന്ന് നേരം വെളുത്ത് ഈ ഉറങ്ങാൻ വരുന്ന ടൈം വരെ നീ എന്തൊക്കെ ചെയ്തു ഉമറേ? ഒരടി കൊടുത്തിട്ട് സ്വന്തത്തോട് ചോദിക്കുമായിരുന്നു. ആരത്? മഹാനരായ ഫാറൂഖ് തങ്ങൾ, പുന്നാര നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി. ഒരു നബിക്കിന് ചാൻസ് ഉണ്ടെങ്കിൽ ആ സ്ഥാനം അലങ്കരിക്കേണ്ട പ്രഗത്ഭരായ സ്വഹാബി വര്യൻ, ലോകം കണ്ട നീതിമാന്മാർക്ക് മാതൃക സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചാട്ടവാറുകൊണ്ട് കാൽവെള്ളയിൽ അടിച്ചിട്ട് മാദാ അമിൽതൽ യൗം, ഉമറേ നീ ഇന്ന് എന്തൊക്കെ ചെയ്തത്, എനിക്കിപ്പോൾ കണക്ക് കിട്ടണം. ഈ കണക്ക് അവിടെ ബോധിപ്പിക്കും മുമ്പ് ഇത് ക്ലിയറായിട്ട് വേണം എനിക്ക് മരിച്ചു പോകാൻ. ഒരു ദിവസം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജമാഅത്ത്, അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടു. ഏത്? നിസ്കാരമല്ല, മുത്തുനബിയുടെ പിറകിൽ നിന്നിട്ട് ഒരു ദിവസത്തെ അസർ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു. വ്യക്തമായ കാരണം എന്തില്ല, എന്തോ ഒരു അലസതയോ മറവിയോ എന്തോ കാരണത്താൽ ഒരു ദിവസത്തെ അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ സ്വന്തത്തിന് കൊടുത്ത യുദ്ധ നടപടി എന്താണെന്നറിയോ? 2 ലക്ഷം ദിർഹം വിലയുള്ള തോട്ടം പാവങ്ങൾക്കാണ് സ്വതക്ക ചെയ്തു. ആ ഒരു ജമാഅത്ത് മിസ്സായതിനുള്ള അടി എന്താ? അടി 2 ലക്ഷം ദിർഹം വിലയുള്ള തൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി പാവപ്പെട്ട ഫക്കീർ മിസ്കീന്മാർക്ക് വേണ്ടിയിട്ടാണ് സ്വതക്ക ചെയ്തു. ഈ ബാപ്പാന്റെ മോനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ബാപ്പാന്റെ മോനെ, അത് പുലിക്കുഞ്ഞ് പുലിക്കുട്ടി തന്നെ ആയിരിക്കും, സിംഹത്തിന്റെ കുഞ്ഞ് സിംഹക്കുഞ്ഞ് തന്നെ ആയിരിക്കും. ഈ മോനൊരുക്കെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു. അന്ന് നിന്റെ ഈ അശ്രദ്ധ ഞാൻ തരാൻ നിനക്ക് പണി, ഇന്ന് രാത്രി നീ ഉറങ്ങണ്ട. അന്ന് രാത്രി സുബൈ വരെ ഉറങ്ങാതാണ് നിസ്കരിച്ചു കൊടുത്ത്. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ട കാരണത്താൽ സ്വന്തത്തിന് കൊടുത്ത യുദ്ധ നടപടി എന്താണ്? അന്ന് രാത്രി ഉറങ്ങാതെ നേരം വെളുക്കോളാണ് നിസ്കരിച്ച്. മറ്റൊരിക്കൽ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മഗ്രിബ് നിസ്കാരം ഒന്ന് പിന്തി. മഗ്രിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സമയമാണ്. അതിന്റെ സമയം ആ വാങ്ക് കൊടുത്ത് ഇശ വരെ അദാ എന്ന് പറഞ്ഞിട്ട് വൈകിപ്പിക്കാൻ പാടില്ല, കുറ്റാണ്. ഇശാ വരെ അദാ എന്ന് നിയ്യത്ത് വെക്കാമെങ്കിലും ഇശാ വരെ അതിൻ്റെ മുഖ്താറായ ഉത്തമമായ സമയമല്ല. വാങ്ക് വിളിച്ച് ഒരു 2 റക്അത്ത് സുന്നത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിസ്കരിക്കലാണ് മഗ്രിബ് നിസ്കാരത്തിന്റെ അഫ്ളലായ ടൈം. ഇതിച്ചിരി വൈകി, ഇശ വാങ്ക് കൊടുത്ത് കള ആയിട്ടില്ല കേട്ടോ. ഒരു ഇശാ നമസ്കാരം അതിൻ്റെ ഉത്തമമായ സമയത്തിൽ നിന്ന് വൈകിപ്പോയ കാരണം അദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ? 2 അടിമകളെ അങ്ങോട്ട് മോചിപ്പിച്ചു. 2 അടിമകളെ. ഇவ்விதം നമ്മുടെ മാതൃകാ പുരുഷന്മാരായ സലഫുസ്സാലിഹുകളൊക്കെയും മുജാഹദ നടത്തിയവരാണ്, സ്വന്തത്തോട് യുദ്ധം ചെയ്തവരാണ്, എന്നിട്ട് മനസ്സിനെ കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ചവരാണ്. അവരിൽ പലരും നടന്ന് ഹജ്ജിന് പോകാൻ നേർച്ചയാക്കി. 400-500 കിലോമീറ്റർ ഇവിടുന്ന് ആരും പോകുന്നു വേണ്ടട്ടോ. എന്നിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് പേരുണ്ടാക്കി അതിൻ്റെ പൈസ കൊണ്ട് കുട്ടികളെ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മളിപ്പോൾ അതിന് മെനക്കെടണ്ട. അതൊക്കെ ആ തൊട്ടടുത്തുള്ള ആളുകൾ. അല്ലാത്ത നടപടികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പൂർവീകരിൽ സലഫുസ്സാലിഹുകളിൽ അവരെ നാട്ടിൽ നിന്ന് നടന്നു പോകാൻ വേണ്ടി ഹജ്ജിന് പോകാൻ തീരുമാനിച്ച് നേർച്ചയാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് നീണ്ട നോമ്പ്. നിന്റെ മടി ഞാൻ മാറ്റിത്തരാം, ഈ ശാപ്പാടിനോടുള്ള ആർത്തി. 3 മാസം നിനക്ക് നോമ്പാ, പിന്നെ 3 മാസം നോമ്പ്. കയ്യിലുള്ളതൊക്കെ സ്വതക്ക ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തി. ഇങ്ങനെ സലഫുസ്സാലിഹുകൾ. മഹാനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇബ്നുൽ ഖുറൈബി എന്ന വലിയ എന്നോടൊരു സംഭവം പറഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി എന്ന് പറഞ്ഞാൽ തസവൂഫിലെ ഇമാമാണ്, തസവൂഫിലെ മുസ്ലിം ലോകത്തിന്റെ ഇമാമാണ്. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ ജ്ഞാനിയാണ്, അറിയപ്പെട്ട വലിയാണ്. അവിടത്തെ മൊഴിമുത്തുകൾ ഗ്രന്ഥങ്ങൾ എമ്പാടുണ്ട് ലോകത്ത്. ഔലിയാക്കൾക്കൊക്കെ മാതൃകയാണ് ജുനൈദ് തങ്ങൾ. അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖുറൈബി എന്ന മഹാനായ സൂഫി വര്യൻ എന്നോടൊരു സംഭവം പറഞ്ഞു. എന്താ അറിയോ? ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ജനാബത്തുണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. സാധാരണ രാത്രിയിൽ വലിയ അശുദ്ധി ഉണ്ടായി കുളി നിർബന്ധമായാൽ
ഉറങ്ങും മുമ്പ് തന്നെ ഞാൻ കുളിക്കാറാണ് പതിവ്. കാരണം തഹജ്ജുദിന് തടസ്സമാകണ്ട എന്ന നിലക്ക് ഞാൻ കുളിച്ച് വൃത്തിയായിട്ടേ കിടക്കാറുള്ളൂ. അന്ന് വലിയ അശുദ്ധി ഉണ്ടായ അന്ന് കടുത്ത തണുപ്പുള്ളൊരു രാത്രിയാണ്, കൊടും തണുപ്പുള്ള രാത്രി. അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്നത്തെ തഹജ്ജുദ് അങ്ങോട്ട് പോട്ടെ, സുബഹി ഖളാ ആകും മുമ്പ് രാവിലെ എണീറ്റ് വെള്ളം ചൂടാക്കി കുളിച്ച് നിസ്കരിക്കാം എന്നെൻ്റെ അലസ മനസ്സ് എന്നോട് ഉപദേശിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സ് എന്നെ വഴി തെറ്റിക്കാണ്, അത് ദുഷിച്ച മനസ്സാണ്. തഹജ്ജുദിൻ്റെ പുണ്യം എന്താണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ള കാലിൽ നീര് വരുന്നത് വരെ മുത്തുറസൂല് ചെയ്ത് കാണിച്ചെന്ന കാര്യമാണ്. അതിൽ നിന്നെൻ്റെ മൃഗീയ മനസ്സെന്നെ തടയുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഇബ്നുൽ ഖുറൈബ് പറയാണ്, ഞാനൊരു ശിക്ഷാ നടപടി പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. എന്താണത്? ഞാൻ എന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണത്? ഉടുത്ത ഡ്രസ്സ് ഊരാതെ അഴിച്ചു വെക്കാതെ ആ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക, എന്നിട്ടത് പിഴിയാതെ തൂർത്താതെ കുടയാതെ ദേഹത്തിലിട്ടിട്ടാണ് ഉണക്കുക. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ പിന്നെ ഒരിക്കലും രാത്രി കുളിക്കണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടില്ല. എങ്ങനെ? ഈ വസ്ത്രം ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കുളിക്കുക, എന്നിട്ടത് ഊരാൻ പാടില്ല, ദേഹത്ത് കിടന്നിട്ടാണ് ഉണക്കുക. ഇനി എങ്ങനെയുണ്ട്? ഇനി കുളിക്കണോ? കുളിക്കുക, അല്ലോ ഞാൻ സമയത്തിന് കുളിച്ചോളാന്ന് മനസ്സങ്ങോട്ട് പറയും. നമ്മളെ മക്കളെ ശിക്ഷിക്കാറുണ്ട്, കെട്ടിയോളെ ശിക്ഷിക്കാറുണ്ട്. അടിച്ചിട്ടല്ല, അടിക്കരുത്, മെനകെട്ട പണിയാണ്. അവളെ മൈൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് വിടാതെയൊക്കെ ശിക്ഷിക്കാറുണ്ട്. നമ്മളാരാ ശിക്ഷിക്കുക? നാട്ടുകാർ നമ്മളെ ശിക്ഷിക്കും മുമ്പ്, അള്ളാഹു നമ്മെ ശിക്ഷിക്കും മുമ്പ് നമ്മൾ നമുക്കെതിരെയുള്ള ശിക്ഷാ നടപടി മര്യാദക്ക് ചെയ്താൽ അതാണ് മുജാഹദ. ഇതിപ്പോ എല്ലാവർക്കും അറിയാം, വേറുള്ളവരെ ശിക്ഷിക്കുന്ന കഥ, മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന സംഭവം എല്ലാവർക്കും അറിയാം. അതാ ശിക്ഷ പ്രഖ്യാപിക്കും, ആ ശിക്ഷയുടെ പിറകിലെ പോകും. ഗോവിന്ദച്ചാമി ഇന്ന് രാവിലെ ജയിലിൽ ചാടി പിടിച്ചോണ്ടുപോയി. അയാൾക്ക് ശിക്ഷ, ലോകം വിധിച്ച ശിക്ഷ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് പിച്ചിച്ചീണ്ടി കൊന്ന കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി. 1.5 കയ്യേ ആ സാധുവിനുള്ളൂ, എന്നിട്ട് ആ ജയിലിൽ ചാടി. ചോറിന്ന മനുഷ്യന്മാർക്കറിയാം ആ ചാട്ട എങ്ങനെ ചാടി എന്നുള്ളതൊക്കെ. അയാൾക്ക് ഒറ്റക്ക് അതിന് സാധിക്കുമോ? അതും ഏകാംഗ തടവുകാരനായി സെല്ലിലാ കിടക്കുന്നത്, ഓപ്പൺ ജയിലിലല്ല. അത് കമ്പി അഴികൾ അറുത്ത് മാറ്റി അത്ര ഹൈറ്റുള്ള മതിൽ ചാടി എന്ന് പറഞ്ഞാൽ എന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇവിടെയാണ് നമ്മളെ ശിക്ഷിച്ച് നമ്മൾ സ്വയം നന്നാകുക, വേറെ ആരും ശിക്ഷിക്കൂല. എന്തൊക്കെ തോന്നിയാസം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഈ മുസ്ലിം ഉമ്മത്ത് നിരന്തരം അപരവൽക്കരിക്കപ്പെടുകയാണ്, ചുമ്മാ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൊസൈറ്റിക്ക് നേരെ, ഈ കമ്മ്യൂണിറ്റിക്ക് നേരെ വെള്ളാപ്പള്ളി നടേശന്റെ നാവിലൂടെ ഉതിർന്ന് വീണ വിഷം നമ്മളൊക്കെ കേട്ടില്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? മലപ്പുറത്ത് വന്നാൽ ശ്വാസം മുട്ടുകയാണ് ഹിന്ദുക്കൾക്ക്. ഒരു പാവം നൗഷാദ് ഓട്ടോറിക്ഷ ഡ്രൈവർ അമുസ്ലിങ്ങളായ തൊഴിലാളികളെ മാൻഹോളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അഴുക്ക് ചാലിലേക്ക് എടുത്തു ചാടി വീരമൃത്യു വരിച്ച ഒരു നൗഷാദ്, അയാളെ പേര് നൗഷാദ് ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ പറയാ, നമ്മൾ ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളിൽ സീറ്റ് കൂട്ടുന്നതും MLA-മാരെ കൂടുതൽ ഉണ്ടാക്കുന്നതും കൂടുതൽ പ്രസവിപ്പിച്ചിട്ടാണ് മുസ്ലിം ഉമ്മത്ത്. എന്താ ചെയ്യുക? ഇതിനെതിരെ ഗവൺമെന്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞല്ലോ, മൗനം വിദ്വാനുഭൂഷണം. ഇതിനൊന്നും മറുപടി പറയാതിരിക്കുക നല്ലത്, അവഗണിച്ചു വിടുക. വസ്തുതയായിട്ട് നമ്മൾ പറയാ, സമൂഹത്തോട് പറയാ. ഇതിൻ്റെയൊക്കെ പിറകെ വണ്ടി എടുത്ത് കൂടിയിട്ട് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതൊക്കെ വേണ്ടത്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല മുഅ്മിനീങ്ങളെ. നമ്മൾ നാട്ടുകാരെ നമ്മളെ കൈയിട്ട് വാരും മുമ്പ് നമ്മളൊന്ന് ഒതുക്കുക, നമ്മളെ ഈ മൃഗത്തെ നമ്മളൊന്ന് ഒതുക്കുക. ഇല്ലെങ്കിൽ അള്ളാഹു പിടികൂടുന്നതിൻ്റെ മുമ്പ്. അതെങ്ങനെച്ചാ അങ്ങനെ. ഒരു മഹാനായ ജ്ഞാനി നോക്കാൻ പാടില്ലാത്ത ഒരിടത്തേക്കാണ് നോക്കിയത്രേ. ഒരു സുന്ദരി പെണ്ണിന്റെ മുഖത്തേക്കായിക്കോട്ടെ ഒന്ന് നോക്കി, അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി ഒന്നുകൂടി നോക്കി. പടച്ചോനെ, ഞാൻ എന്താ ഈ ചെയ്തത്? അദ്ദേഹം എന്താ ചെയ്തത് അറിയാം? ആ ജനമധ്യത്തിൽ നിന്ന് മാറിയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് കയ്യാണ്ട് ഉയർത്തിയിട്ട് കൊടുത്തു കണ്ണു നോക്കിയൊരടി. ഓമനെ കൊട്ടല്ല, അവിടെ ആ കൺതടം വീക്കം ബാധിച്ചു, വീക്കം വന്നു സ്വന്തം. ഇതാണ് മുജാഹദ.
ഞാനും നിങ്ങളിപ്പോൾ ഈ വക സംഗതി ഔലിയാക്കൾ ചെയ്ത സംഗതി ഒന്നും ചെയ്യണ്ട, പക്ഷേ മനസ്സിന് വഴിപ്പെടണ്ട, ദുഷിച്ച മനസ്സിന് വഴിപ്പെടണ്ട, ഓപ്പോസിറ്റ് ചെയ്തൊന്ന് പിടിച്ചു നിൽക്കൂ എങ്കിൽ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി, ആ പരിശ്രമം നിങ്ങളുടെ നേട്ടത്തിനാണ്, നിങ്ങളുടെ ആത്മീയവും ബൗദ്ധികവുമായ ഗുണത്തിനാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ റൂട്ടിനെ അടിവരയിട്ടിട്ടുണ്ട്. റിസാലത്തിൻ്റെ കയ്യൊപ്പുണ്ട് മുജാഹദക്ക്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടർന്ന് പറയാം. സമയം നീണ്ടുപോകുന്നു എന്നുള്ള പരാതി ഒരു ചെറിയ രൂപത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി 1:35 ആകുമ്പോഴേക്ക് എന്നെ പിരിച്ചുവിടാനുള്ള പരിപാടി നമുക്ക് നോക്കണം. അപ്പോൾ ഉള്ള സമയത്ത് ഈ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ്റെ കാതലായ വശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൻ്റെ ജീവനായ ഭാഗമാണ് ഈ പറയുന്നത്. ഇത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അള്ളാഹു അതിനെ സഹായിക്കുമാറാകട്ടെ.